ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് 60 വയസ്സ്. മലയാളത്തിന്റെ മണ്ണിൽ ഭാഷയുടെ വ്യക്തിത്വം ശക്തമായി രൂപം കൊണ്ടതിന്റെ സ്മരണയിലാണ് കേരളപ്പിറവി ദിനം ആഘോഷിക്കുന്നത്. നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും കേരളം നിലനിൽക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഏവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേർന്നുകൊണ്ട് കാണാം പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഭരണസ്തംഭനമാണ് നിലനിൽക്കുന്നതെന്ന് MP MK രാഘവൻ. റേഷൻ വിഹിതം വെട്ടിക്കുറച്ച സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമൃദ്ധി 2016 ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കം. ദേവസ്വം ബോർഡുകളുടെ ഏകീകരണത്തിലൂടെ മാത്രമേ ക്ഷേത്രം ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ. ക്ഷേത്ര ജീവനക്കാർ പ്രതിഷേധ സൂചകമായി കരിദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഭരണസ്തംഭനമാണ് നിലനിൽക്കുന്നതെന്നും ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും MK രാഘവൻ MP. റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ സിവിൽ സ്റ്റേഷനിലെ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റേഷൻ വെട്ടിക്കുറച്ച സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ മുന്നണികളുടെ പ്രതിഷേധം ശക്തമാവുന്നു. നിലവിൽ കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രംഗത്തെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സിവിൽ സ്റ്റേഷനിലെ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഭരണസ്തംഭനമാണ് നിലനിൽക്കുന്നതെന്നും ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും MP പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പാർട്ടി രംഗത്തുണ്ടാവുമെന്നും നടപടിയായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും MP കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഭരണം സ്തംഭിച്ച അവസ്ഥയാണ്. കേരളത്തിൽ സ്തംഭനാവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, നാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അതിശക്തമായി മുന്നോട്ട് വരേണ്ട കാലഘട്ടമാണ്. അത് ഏറ്റെടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബുലാൽ അധ്യക്ഷനായിരുന്നു. N ബാലൻ, MT ദിനേശൻ, BT സുരേന്ദ്രൻ, കളരിയിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ധർണയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിനി പ്രഭാത ഭക്ഷണം വിദ്യാലയങ്ങളിൽ. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 60 സർക്കാർ പ്രൈമറി സ്കൂളുകളിലാണ് ഇനി പ്രഭാത ഭക്ഷണം ഒരുക്കുക. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമൃദ്ധം 2016 ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് പഠന സന്നദ്ധതയ്ക്ക് പുതിയ ഊർജ്ജം പകരാൻ പദ്ധതി നടപ്പാക്കുന്നത്. തിരക്കിനിടയിൽ ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് ഓടുന്ന കുട്ടികളെ ഓർത്ത് ആശങ്കപ്പെടുന്ന അമ്മമാർ ഇനി പേടിക്കേണ്ട. സ്കൂളിൽ ബെല്ലടിക്കും മുമ്പേ ഇനി പ്രഭാത ഭക്ഷണം ഒരുങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 60 സ്കൂളുകളിലാണ് കേരളപ്പിറവി ദിനത്തിൽ പ്രഭാത ഭക്ഷണം പരിപാടിക്ക് തുടക്കമായത്. കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സമൃദ്ധം 2016 ഭാഗമായാണ് ഈ പരിപാടി. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ 6000 വിദ്യാർത്ഥികൾക്കാണ് പ്രഭാത ഭക്ഷണം നൽകുക. വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക എന്നതിലൂടെ അവരുടെ പഠന സന്നദ്ധതയ്ക്ക് പുതിയ ഊർജ്ജം നൽകാനാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം വിലാത്തിക്കുളം ഗവൺമെന്റ് UP സ്കൂളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ എയ്ഡഡ് സ്കൂളുകളെ കൂടി ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരണം. കാരണം കുട്ടികൾ വ്യത്യാസമൊന്നുമില്ലല്ലോ. അൺഎയ്ഡഡ് ഒഴിച്ചിട്ട് എയ്ഡഡ് സ്കൂളുകളിലെ അൺഎയ്ഡഡ് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ കുറച്ചുകൂടെ ഭേദപ്പെട്ട മെച്ചപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്നതായിരിക്കും. സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്. കാരണം പലപ്പോഴും വേണ്ടത്ര പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് പല കുട്ടികളും പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വളരെ ആലോചിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് കൗൺസിൽ ഈ കാര്യത്തിൽ. ഇതൊരു വലിയ ഒരു പക്ഷേ കേരളത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ദോശ, ഉപ്പുമാവ്, ചപ്പാത്തി, വെള്ളയപ്പം തുടങ്ങി എണ്ണയില്ലാത്ത പലഹാരങ്ങളാണ് കുട്ടികൾക്ക് നൽകുക. പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ വിലാത്തിക്കുളം UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഇഡ്ലിയും സാമ്പാറും ചേർന്ന സ്വാദൂറും പ്രഭാത ഭക്ഷണമാണ് നൽകിയത്. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ
PV ലളിതപ്രഭ, MC അനിൽകുമാർ, ആശാ ശശാങ്കൻ, വാർഡ് കൌൺസിലർമാരായ PM സുരേഷ് ബാബു, C അബ്ദുറഹ്മാൻ, നമ്പിടി നാരായണൻ, പൊറ്റങ്ങാടി കിഷൻചന്ദ്, MP പത്മനാഭൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ K സുബൈർ, PTA പ്രസിഡന്റ് PP സുനിൽകുമാർ, വിലാത്തിക്കുളം UP സ്കൂൾ ഹെഡ്മാസ്റ്റർ P അഹമ്മദ്കുട്ടി, DDE ഗിരീഷ് ചോലയിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേവസ്വം ബോർഡുകളുടെ ഏകീകരണത്തിലൂടെ മാത്രമേ ക്ഷേത്രം ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ. മലബാർ മേഖലയിലെ ക്ഷേത്രം ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് നടന്ന കരിദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു രാഹുൽ. മലബാർ മേഖലയിലെ ക്ഷേത്ര ജീവനക്കാരോട് തുടരുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മലബാർ ക്ഷേത്ര ജീവനക്കാർ കേരളപ്പിറവി ദിനം കരിദിനമായി ആചരിച്ചത്. ഹൈക്കോടതി, സുപ്രീംകോടതി വിധികളുണ്ടായിട്ടും വിവിധ കമ്മീഷനുകൾ അന്വേഷണം നടത്തിയിട്ടും മലബാറുകാർക്ക് ഗുണകരമായ നടപടി ഉണ്ടാവാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. മലബാർ ദേവസ്വം ബോർഡിന്റെ C-D ഗ്രേഡുകളിലെ ജീവനക്കാരുടെ ശമ്പളവേതന വ്യവസ്ഥ, കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ അധികാരികൾ മൌനം പാലിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാർ സമരവുമായി മലബാർ ദേവസ്വം ബോർഡ് ഹെഡ് ഓഫീസിലെത്തിയത്. കരിദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ നിർവഹിച്ചു. ദേവസ്വം ബോർഡുകളുടെ ഏകീകരണത്തിലൂടെ മാത്രമേ ക്ഷേത്ര ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു മതങ്ങളെപ്പോലെ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനുമുള്ള വേദി ഹിന്ദുമതത്തിനും ഉണ്ടാവണമെന്നും രാഹുൽ ഈശ്വർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോഴും വേണ്ട രീതിയിൽ മലബാറിലെ ക്ഷേത്രങ്ങളോടുള്ള വിവേചനം, മലബാറിലെ ക്ഷേത്രങ്ങൾക്കുള്ള വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം വളരെയധികം സംശയമാണ്. ഒരു കരിദിനം പോലുള്ള ഒരു നടപടിയിലേക്ക് കേരളപ്പിറവി ദിനത്തിൽ പോകേണ്ടി വന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും എത്രമാത്രം ഖേദകരമായ അവസ്ഥയാണെന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. പ്രതിഷേധ പരിപാടിയിൽ VV ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥിയായി. MV ശശി, അഡ്വക്കേറ്റ് M രാജൻ, KG പങ്കജാക്ഷൻ, K ചന്ദ്രൻ, പ്രദീപ് കുമാർ നമ്പീശൻ, VV രാജേന്ദ്രൻ, ബാബു കുനിശ്ശേരി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലയിലെ ജലാശയങ്ങൾ ശുചീകരിക്കാൻ പുതിയ പ്രവർത്തനങ്ങളുമായി സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും രംഗത്ത്. കോഴിക്കോട് കോർപ്പറേഷൻ, റൈസിംഗ് കേരള 2016, NSS, DHSC തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. സരോവരം ബയോപാർക്കിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ, റൈസിംഗ് കേരള 2016, NSS, DHSC തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലയിലെ ജലാശയ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഉപയോഗശൂന്യമായ ജലാശയങ്ങൾ കണ്ടെത്തി കുടിവെള്ള യോഗ്യമാക്കാനാണ് പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സരോവരം ബയോപാർക്കിൽ നടന്ന ചടങ്ങിൽ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന ജലാശയ ശുചീകരണ പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NSSന്റെ ഏറ്റവും നല്ല മാതൃകാ പ്രവർത്തനമാണ് ഇതെന്നും പുതുതലമുറയുടെ പങ്കാളിത്തമാണ് ഇത്തരം പദ്ധതികളുടെ വിജയമെന്നും മേയർ പറഞ്ഞു. ഒരു പുതിയ കേരളം നമുക്ക് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള വലിയൊരു പരിശ്രമമായിരിക്കണം. പരിസരം അറിയാതെ ഒരിക്കലും നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ സൃഷ്ടിക്കുന്നതായി വൃത്തികേടുകൾ മുഴുവൻ നമ്മൾ തന്നെ എന്നിട്ട് വിലപിക്കുകയും ചെയ്യും. കാരണം എവിടെ പോയാലും നിങ്ങളെ എന്താ ചോദിക്കുക, കോഴിക്കോട് എവിടെയാ സ്ഥലം എവിടെയാന്ന് ചോദിക്കില്ലേ? എവിടെ പോയാലും ചോദിക്കും. കോഴിക്കോടാന്ന് പറയുമ്പോൾ മറ്റവരുടെ മനസ്സിലുണ്ടാവും ഒരു നല്ല സ്ഥലത്തുള്ള കുട്ടാകുമ്പോൾ നമുക്ക് അഭിമാനമാണ്. നമുക്കത് പറയാൻ തീരെ മോശമായതാണെങ്കിൽ അതും നമുക്ക് വിഷമമാണ്. ചടങ്ങിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ 22 സ്കൂളുകളിൽ നിന്നായി 250ഓളം വിദ്യാർത്ഥികളാണ് സരോവരം ബയോപാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റൈസിംഗ് കേരള 2016 പദ്ധതിയുടെ ഭാഗമായും നിരവധി ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിലുടനീളം നടന്നു. വെസ്റ്റ് ഹിൽ ബീച്ച്, ലയൺസ് ക്ലബ്ബ് പരിസരം തുടങ്ങിയവയെല്ലാം ഇതിനോടകം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ബീച്ച് പരിസരങ്ങളെ കേന്ദ്രീകരിച്ചും ശുചീകരണ യജ്ഞങ്ങൾ നടന്നു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജലാശയങ്ങളെ സംരക്ഷിക്കാനാണ് മുൻഗണന നൽകുന്നത്. സരോവരം ബയോപാർക്കിൽ നടന്ന ചടങ്ങിൽ റൈസിംഗ് കേരള ജനറൽ കൺവീനർ VKC നൌഷാദ്, പോൾ വർഗീസ്, KK സന്തോഷ്, കുഞ്ഞിമൊയ്തീൻ, KSSIA വൈസ് പ്രസിഡന്റ് AV സുനിൽനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹയർ സെക്കൻഡറി അധ്യാപകരോട് ചിറ്റമ്മ നയമാണ് സർക്കാർ കാണിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് KC അബു. ഹയർ സെക്കൻഡറിയെ തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹയർ സെക്കൻഡറിയെ തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്ന ആവശ്യം മുൻനിർത്തിയാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത്. ഹയർ സെക്കൻഡറിയെ DPAയിൽ ലയിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള സർക്കാർ ശ്രമം അവസാനിപ്പിക്കുക, ജൂനിയർ തസ്തിക ഇല്ലാതാക്കാനുള്ള നിർദ്ദേശം പിൻവലിക്കുക, ശനിയാഴ്ച പ്രവൃത്തി ദിനം തിരിച്ചുകൊണ്ടുവരാനുള്ള നീക്കം ഉപേക്ഷിക്കുക, 2014-15 വർഷങ്ങളിലെ ബാച്ചുകളിൽ തസ്തിക സൃഷ്ടിച്ച് അധ്യാപകർക്ക് മുഴുവൻ സമയ ആനുകൂല്യങ്ങൾ അനുവദിക്കുക, 5 വർഷം പൂർത്തിയായ ജൂനിയർ അധ്യാപകരെ സീനിയറാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രവർത്തകർ ഉന്നയിച്ചത്. DCC പ്രസിഡന്റ് KC അബുവാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്.
ഹയർ സെക്കൻഡറി അധ്യാപകരോട് ചിറ്റമ്മ നയമാണ് സർക്കാർ കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ ഹയർ സെക്കൻഡറിയിൽ പ്രിൻസിപ്പളാന്ന് പേരേ ഉള്ളൂ. അയാളും ക്ലാസ് എടുക്കണം, മറ്റാളുകളെ പോലെ അയാള് അറ്റൻഡർ ജോലി എടുക്കണം, അയാൾ പ്യൂണിന്റെ ജോലി എടുക്കണം. അപ്പൊ ഇങ്ങനെ ഇവരോടൊരു ഹയർ സെക്കൻഡറിയിൽ ജോലി ചെയ്യുന്ന ആ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരോട് ഒരു ചിറ്റമ്മ നയം നേരത്തെയുണ്ട്. അതിന് തീർച്ചയായും ഭരണാധികാരികൾ അത് ശ്രദ്ധ പതിപ്പിക്കണം, അതിന് പരിഹാരം കാണണം. ഇതാണ് ആവശ്യം, അല്ലാണ്ട് ഒരു ശമ്പള വർധനവിനല്ല. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോൺ അധ്യക്ഷത വഹിച്ചു. EV എബ്രഹാം, അനിൽകുമാർ K, രാജേഷ് ജോസ്, പോൾ വർഗീസ്, മനോജ് കുമാർ KM, VP ഇബ്രാഹിം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ധർണ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. പ്രാദേശിക ഭാഷകളെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നത് മലയാള സാഹിത്യമാണെന്ന് KSSTU സാംസ്കാരിക വേദി ജില്ലാ കൺവീനർ P. ചന്ദ്രൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശ്രേഷ്ഠ ഭാഷാ ദിനത്തിലെ സാംസ്കാരിക സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. KSSTU സാംസ്കാരിക വേദി ജില്ലാ കൺവീനർ P. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രാദേശിക ഭാഷകളെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നത് മലയാള സാഹിത്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നമുക്ക് മലയാളമുണ്ട്, പക്ഷേ മലയാളം ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ്. ഇപ്പോ ജില്ലകളിൽ മാത്രമല്ല, ഓരോ മൊഹല്ലകളിലും തെരുവുകളിലും ഓരോ പ്രദേശത്തും മലയാള ഭാഷ സംസാരിക്കുന്നത് കേട്ടാൽ അന്യോന്യം നമുക്ക് മനസ്സിലാവുന്നു. മലയാള കവിതാ സാഹിത്യരചനയ്ക്ക് സർഗാത്മക സൌന്ദര്യം നൽകിയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ 105ാം ജന്മവാർഷികം പിന്നിടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രമണൻ എന്ന വിലാപകാവ്യം ചടങ്ങിൽ കവി പൂനൂർ K. കരുണാകരൻ വിവർത്തനം ചെയ്തു. അശോകപുരം പെൻഷൻ ഭവനിൽ നടന്ന പരിപാടിയിൽ K. അച്യുതൻ നായർ അധ്യക്ഷത വഹിച്ചു. V. പെരച്ചൻ മാസ്റ്റർ, N. ഭാസ്കരൻ, P. ലളിത, A. ചന്ദ്രശേഖരൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെങ്ങളം ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ബൈപ്പാസ് ജംഗ്ഷനിൽ സിഗ്നൽ പോയിന്റിലാണ് അപകട മരണങ്ങൾ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിഗ്നൽ കാത്ത് ബൈക്ക് നിർത്തിയ യുവാവിനെയാണ് അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ച് മരണപ്പെടുത്തിയത്. ദേശീയപാതയിൽ അപകടങ്ങൾ ഒഴിവാക്കാനും ഗതാഗതം സുഗമമാക്കാനും നിർമ്മിച്ച വെങ്ങളം ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ബൈപ്പാസ് ജംഗ്ഷനിൽ സിഗ്നൽ പോയിന്റിലാണ് അപകട മരണങ്ങൾ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിഗ്നൽ കാത്ത് ബൈക്ക് നിർത്തിയ യുവാവിനെ അമിതവേഗത്തിൽ വന്ന സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നു. 3 മാസം മുമ്പ് ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയും ഇവിടെ ലോറിയിടിച്ച് മരിച്ചിരുന്നു. ട്രാഫിക് സിഗ്നൽ അനുസരിച്ച് വണ്ടിയോടിക്കുന്നവരുടെ ജീവനുകളാണ് ഇവിടെ പൊലിയുന്നത്. സിഗ്നൽ ലൈറ്റിൽ ചുവപ്പ് തെളിഞ്ഞാലും കണ്ടില്ലെന്ന് നടിച്ച് ചീറിപ്പായുന്ന ദീർഘദൂര ബസ്സുകളാണ് വെങ്ങളം ബൈപ്പാസ് ജംഗ്ഷൻ ചോരക്കളമാക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. മരണമുണ്ടായാലും ഡ്രൈവർമാർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്ന പോലീസ് നടപടികൾ വാഹന ഉടമകൾക്കും അമിതവേഗത്തിൽ പായുന്ന ഡ്രൈവർമാർക്കും സംരക്ഷണ കവചമാവുകയാണെന്നും ദേശീയപാതയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ക്ഷേത്രപൂജാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അഖില കേരള ശാന്തി ക്ഷേമ യൂണിയൻ സമരത്തിലേക്ക്. സ്വകാര്യ ക്ഷേത്ര ജീവനക്കാരുടെ ജോലി സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രൈവറ്റ് ക്ഷേത്ര ജീവനക്കാരുടെ ജോലി സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ ഏകീകൃത ശമ്പളം നടപ്പിലാക്കുക, ഒരു ക്ഷേത്രത്തിൽ 3 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്ത് പിരിഞ്ഞുപോകുമ്പോൾ സർക്കാർ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നൽകുക,
പ്രൈവറ്റ് ക്ഷേത്ര ജീവനക്കാർക്ക് 20 ദിവസത്തെ ശമ്പളത്തോട് അവധി നൽകുന്നതിന് വേണ്ട നടപടിയുണ്ടാകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ സമരത്തിലേക്ക്. കേരളത്തിലെ ക്ഷേത്ര പൂജാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 60ാം ജന്മദിനം ആഘോഷിക്കുന്ന കേരളത്തിന് പിറന്നാൾ ഗാനവുമായി കോഴിക്കോട്ടെ കലാകാരന്മാർ. എ ട്രൈബ്യൂട്ട് ടു കേരള എറ്റ് 16 എന്ന ഗാനത്തിലൂടെയാണ് കലാകാരന്മാർ സംസ്ഥാനത്തിന് പിറന്നാൾ മധുരം നൽകിയത്. ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം കോഴിക്കോട് ക്രൌൺ തിയേറ്ററിൽ നടന്നു. കേരളം 60ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ എ ട്രൈബ്യൂട്ട് ടു കേരള അറ്റ് 60 എന്ന ഗാനത്തിലൂടെയാണ് കോഴിക്കോടിന്റെ കലാകാരന്മാർ ദൈവത്തിന്റെ സ്വന്തം നാടിന് പിറന്നാൾ മധുരം നൽകിയത്. കേരളത്തിന്റെ നന്മകളും സൌന്ദര്യവും പറയുന്നതാണ് ഗാനത്തിലെ ഓരോ വരികളും. PK ഗോപിയുടെ വരികളിൽ വിരിഞ്ഞ ഗാനത്തിന് രാജേഷ് ബാബുവിന്റെ സംഗീതത്തിൽ കോഴിക്കോടിന്റെ 100ഓളം കലാകാരന്മാർ ചേർന്നാണ് ദൃശ്യഭാവം നൽകിയിരിക്കുന്നത്. ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ക്രൌൺ തിയേറ്ററിലാണ് നടന്നത്. സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ശ്രീകുമാർ, നിഷാദ്, രൂപേഷ്, സിന്ധു പ്രേംകുമാർ, മൃദുല വാര്യർ, ശ്രേയ ജയദീപ്, ദിവ്യ സൂരജ്, റോഷ്നി മേനോൻ, സിബല്ല സദാനന്ദൻ എന്നിങ്ങനെ 10 പിന്നണി ഗായകർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത് ഷിംജിത്ത് ശിവൻ. ഷൌക്കത്ത് ലൂക്കയാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ജോജോ കെ വർഗീസ് വിഷ്വൽ ഡയറക്ടറും SN രജീഷ് കോ ഡയറക്ടറുമായാണ് തെയ്യം, തിറ, മോഹിനിയാട്ടം, കേരള നടനം, തിരുവാതിര, ഒപ്പന, മാർഗംകളി തുടങ്ങിയ ഇനങ്ങളിൽ നിന്നായി 100ഓളം കലാകാരന്മാർ വീഡിയോയിൽ അണിനിരക്കുന്നുണ്ട്. ഒരു ജന്മനാടിനെ അമ്മയെപ്പോലെ കരുതണമെന്നാണ് പറയാറുള്ളത്. ഇവിടെ ഒരു അമ്മയുടെ ജന്മദിനത്തിൽ ഒരു മകൻ വന്നിട്ട് ഞാൻ അമ്മയുടെ മകനായി ജനിച്ചതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം അല്ലെങ്കിൽ സന്തോഷം, ഈ ഇമോഷൻസ് വർക്കൌട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കോഴിക്കോടൻ ഹൽവ മ്യൂസിക് ബാൻഡും പക്കമേളക്കാരായി 25 പേരും ഗാനത്തിൽ പങ്കുചേർന്നു. ക്രൌൺ തിയേറ്ററിലെ പ്രദർശനത്തിന് ശേഷം ഗാനം ഇനി എല്ലാവർക്കും യൂട്യൂബിൽ കാണാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മറ്റൊരു പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കില്ലെന്ന CPM പാർട്ടിയുടെ ധാർഷ്ട്യമാണ് കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് RSS പ്രാന്തകാര്യവാഹ് പി ഗോപാലൻകുട്ടി. ഇതിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും കൂട്ടായ്മയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 3 തിരുവനന്തപുരത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാത്തതിന്റെ ഒരു പ്രശ്നമാണ് വാസ്തവത്തിൽ അവിടെ പ്രധാനമായും കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കുന്നത്. തങ്ങൾക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രങ്ങളിലും ഇതര പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള സംവിധാനമില്ല. അതൊരു ജനാധിപത്യ വിരുദ്ധമായ മനോഭാവമാണ്. മറ്റൊരു പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കില്ലെന്ന CPIM പാർട്ടിയുടെ ധാർഷ്ട്യമാണ് കണ്ണൂരിലെ അക്രമങ്ങൾക്ക് പിന്നിലെന്നും ഇക്കാര്യം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടാൻ ശക്തമായ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് RSS തീരുമാനം. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 3 തിരുവനന്തപുരത്ത് നടക്കുമെന്ന് RSS ഭ്രാന്തകാര്യവാഹ് പി ഗോപാലൻകുട്ടി മാഷ് കോഴിക്കോട്ട് പറഞ്ഞു. ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ നടത്താൻ ശ്രമിക്കുകയും എന്നാൽ ആ യോഗത്തിൽ നിന്നും നേതാക്കളടക്കം വിട്ടുനിൽക്കുകയും ചെയ്യുകയാണ് CPM നയമെന്നും RSS കുറ്റപ്പെടുത്തി. CPIMന് വേണ്ടി പോലീസ് അക്രമം നടത്തുന്ന സ്ഥിതിയാണ് ഇന്ന് കണ്ണൂരിൽ നടക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസും പറഞ്ഞു. വാർത്തകൾ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ സാവകാശം അനുവദിക്കുക, ദോഷകരമായ വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി LDF നേതൃത്വത്തിൽ റേഷൻ ഷോപ്പുകൾക്ക് മുമ്പിൽ ധർണ നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പേരിൽ കേരളീയരുടെ റേഷനരി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് LDF നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുൻപിൽ ധർണാ സമരം നടത്തി.
കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി. നിയമം നടപ്പിലാക്കാൻ സാവകാശം വേണമെന്ന സർക്കാർ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നിയമത്തിലെ ചില വ്യവസ്ഥ അതേപടി നടപ്പിലാക്കിയാൽ റേഷൻ വിതരണം താറുമാറാകും. 2 കോടിയോളം ഗുണഭോക്താക്കൾക്ക് LDF സർക്കാർ സൌജന്യ നിരക്കിൽ അരി നൽകുന്നു. പുതിയ നിയമപ്രകാരം ഇത്തരത്തിൽ അരി നൽകിയാൽ കേന്ദ്രവിഹിതം റദ്ദാക്കപ്പെടും. ഈ സാഹചര്യത്തിലാണ് നിയമം നടപ്പിലാക്കാൻ സാവകാശം അനുവദിക്കാനും ദോഷകരമായ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിക്കുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയത്. കോട്ടപ്പറമ്പ് പരിസരത്ത് നടന്ന പരിപാടി CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അസ്ലം അധ്യക്ഷനായിരുന്നു. K സുരേഷ്, അബ്ദുൾ മനാഫ്, മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് ഹിൽ ജില്ലാ കമ്മിറ്റി അംഗം P ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ RB ആയിഷ B അധ്യക്ഷം വഹിച്ചു. എടക്കരയിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു. എരഞ്ഞിക്കലിൽ TV നിർമ്മലൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂരിൽ നടന്ന പരിപാടിയിൽ കരുവള്ളി ശശിധരൻ അധ്യക്ഷനായിരുന്നു. T ഉണ്ണികൃഷ്ണൻ, രഞ്ജിത്ത് P, രമേശ് പണിക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ടെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ ആർട്ട് ബീറ്റിന്റെ നേതൃത്വത്തിൽ പൂവച്ചൽ ഖാദറിനെ ആദരിച്ചു. ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേട്ടുമതി വരാത്ത ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദറിന് നഗരത്തിന്റെ ആദരം. കോഴിക്കോട്ടെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ആർട്ട് ബീറ്റ് കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ടൌൺഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് കവിയും ഗാനരചയിതാവും മലയാളം സർവകലാശാല വൈസ് ചാൻസലറുമായ K ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന് വേറിട്ട ഗാനശൈലി നൽകിയ ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറെന്ന് അദ്ദേഹം പറഞ്ഞു. പൂവച്ചലിന്റെ തൂലികയിൽ നിന്ന് ഇനിയും ഒരുപാട് ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പഴയ തലമുറയുടെ പാട്ടുകൾ തന്നെയാകും വരും തലമുറയും പാടി നടക്കുകയെന്നും പുതുതലമുറയിലെ പാട്ടുകൾ ജനം പെട്ടെന്ന് മറന്നുപോവുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ തലമുറയ്ക്ക് പാടാൻ നാളെ പാട്ടുകൾ ഉണ്ടാവും. മുൻ തലമുറയുടെ പാട്ടുകൾ മാത്രമേ വരും തലമുറയ്ക്ക് പാടാവൂ. സംഗീത സമൃദ്ധമായ ഒരു തലമുറയുടെ ഏറ്റവും സംഗീതാത്മകമായിട്ടുള്ള ഒരു പ്രതിനിധിയാണ് ശ്രീ പൂവച്ചൽ ഖാദർ. ചടങ്ങിൽ അബ്ദുൾ സമദ് സമദാനി പൂവച്ചൽ ഖാദറിന് ഉപഹാരം സമർപ്പിച്ചു. ആർട്ട് ബീറ്റ് കാലിക്കറ്റ് പ്രസിഡന്റ് AK മുഹമ്മദ് അലി അധ്യക്ഷം വഹിച്ചു. TK അസീസ്, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, EV ജ്യോതി, ആർട്ട് ബീറ്റ് സെക്രട്ടറി ലത്തീഫ് പറമ്പിൽ, KV ജ്യോതി പ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂവച്ചൽ നൈറ്റ് ഗാനസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡിന് ഇത്തവണ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി അർഹനായി. നവംബർ 18 വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹോട്ടൽ മലബാർ പാലസിലെ ചടങ്ങിൽ അവാർഡ് നൽകും. കോഴിക്കോട് മുനിസിപ്പൽ കൌൺസിലറായും കേരള നിയമസഭാ സ്പീക്കറായും MP-ആയും മന്ത്രിയായും മുഖ്യമന്ത്രിയായും പത്രപ്രവർത്തകനായും എഴുത്തുകാരനായും വിദ്യാഭ്യാസ വിചക്ഷണനായും ഉജ്ജ്വല വാഗ്മിയായും സർവോപരി മനുഷ്യസ്നേഹിയും മതേതര ജനാധിപത്യവാദിയുമായ CHന്റെ ഓർമ്മകൾ നിലനിർത്താൻ CH അന്ത്യവിശ്രമം കൊള്ളുന്ന നടക്കാവ് മേഖല ഉൾപ്പെട്ട മുസ്ലിം ലീഗ് കോഴിക്കോട് സിറ്റി നോർത്ത് മണ്ഡലം കമ്മിറ്റി വർഷം തോറും നൽകി വരുന്ന CH അവാർഡ് ഈ വർഷം CHന്റെ അടുത്ത സുഹൃത്തും ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ സജീവ സാന്നിധ്യവും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി കോഡ് മെമ്പർ ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് ബോർഡ് മെമ്പർ, കേരള ഗവൺമെന്റ് പങ്കാളിത്തമുള്ള ചെയർമാൻ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ, ചന്ദ്രിക പത്രത്തിന്റെ ഡയറക്ടർ, ബേസ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ PA ഇബ്രാഹിം ഹാജിക്ക് നൽകും. നവംബർ 18 വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹോട്ടൽ മലബാർ പാലസിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന മന്ത്രിമാർ, MP-മാർ, MLA-മാർ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാർ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ PA ഹംസ, ജനറൽ കൺവീനർ നവാസ് പൂനൂർ, വൈസ് ചെയർമാൻ NV കുഞ്ഞാമു, മലയിൽ അബ്ദുള്ള കോയ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് SV ഹസൻ കോയ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി P ഇസ്മയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രണയത്തിൽ നിന്ന് വിരഹത്തിലേക്ക് സഞ്ചരിക്കുന്ന വ്യത്യസ്തമായ കഥ പറഞ്ഞുകൊണ്ട് ഒരു വേറിട്ട ചിത്ര പ്രദർശനം. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ സിബിൻ ഏഞ്ചലിന്റെ 32 ചിത്രങ്ങളാണ് അത്തരത്തിൽ ശ്രദ്ധേയമായത്. പിഗ്മെന്റ് മഷി ഉപയോഗിച്ച് പേന കൊണ്ട് വരച്ച വ്യത്യസ്തമായ ചിത്രങ്ങളുമായി സിബിൻ ഏഞ്ചലിന്റെ പ്രദർശനം ശ്രദ്ധേയമായി. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സിബിൻ സ്വന്തമായി പഠിച്ചാണ് ചിത്രരചന നടത്തിയത്. പ്രണയം വിരഹമായി മാറിയ സാഹചര്യത്തിൽ അതിൽ നിന്ന് ബുദ്ധനിലൂടെ പുറത്തേക്ക് വഴി തെളിയിച്ചെടുത്തതാണ് 32 ചിത്രങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദിയിൽ സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ പരമപ്രതീകമായ മുടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മുടിയുടെ ഭംഗി ആവോളം കാണാം. തുടർന്ന് പ്രണയദിനങ്ങളെയും പിന്നീട് കടന്നുവന്ന വിരഹത്തെയും കാണാം. അത് കഴിഞ്ഞ് ജീവിതവും ചിത്രവും മറ്റൊരു രൂപത്തിലേക്ക് വഴിമാറുന്നു.
തുടർന്ന് പുനർജനി, പ്രണയത്തിനു വന്നുപെട്ട വിരഹത്തിന്റെ കടുത്ത കൂട് പൊട്ടിച്ച് പുതിയ ജന്മം സംഭവിക്കുന്നു. സിബിൻ ഏഞ്ചലിന്റെ ഈ വ്യത്യസ്തമായ ചിത്രപ്രദർശനം ചൊവ്വാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്നേഹ സന്ദേശ യാത്ര, അനുസ്മരണ യോഗം തുടങ്ങിയവയും നടന്നു. നെഹ്റു വിചാരവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാജി അനുസ്മരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് അളകാവിലിൽ നടന്ന പരിപാടി ഗാന്ധി വിചാരവേദി പ്രസിഡന്റ് UK ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. EK ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ദേവദാസ് നെല്ലിക്കോട്, KC രാമചന്ദ്രൻ, EV ഉസ്മാൻ കോയ, V മുഹമ്മദ്, V ബാലകൃഷ്ണൻ, N ഭാഗ്യനാഥ് എന്നിവർ സംസാരിച്ചു. ഇന്ദിരാജിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹ സന്ദേശ യാത്ര സംഘടിപ്പിച്ചു. ആദംബുൽ സി ഉദ്ഘാടനം ചെയ്തു. AM അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. CT ഹാരിസ്, TK അബ്ദുൽ ഗഫൂർ, രമേശ് നമ്പിയത്ത്, കുഞ്ഞി മൊയ്തീൻ, മുരളി ബേപ്പൂർ, രാജീവ് തിരുച്ചിറ, M മുഹമ്മദ് കോയ, സുരേഷ് അരിക്കനാട്ട്, AV ഗിരീഷ്, AM അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് BC റോഡ്, നടുവട്ടം, അരക്കിണർ, വിജിത്ത്, മാത്തോട്ടം അങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സർവകലാശാല BA അഫ്സലുലമ കോഴ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് തൗഹീദ് പുസ്തകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SSF പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് നവംബർ 5-ന് സർവകലാശാലയിലേക്ക് SSF മാർച്ച് നടത്തും. പാഠപുസ്തകം പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച ബോർഡ് ഓഫ് സ്റ്റഡീസ് 1ാം വർഷ സിലബസിലേക്ക് നിർദ്ദേശിച്ച പുസ്തകം കേരള മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ വിശ്വാസ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ സലഫി ചിന്തകൾ കുത്തിനിറച്ചതാണ്. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ സലഫിസം വിമർശവിധേയമാകുന്ന കാലത്ത് പൊതുപാഠ്യ പദ്ധതിയിലൂടെ സലഫിസ്റ്റുകളെ സൃഷ്ടിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല. ഇസ്ലാമിലെ പാരമ്പര്യ സമൂഹത്തെ മതവിരുദ്ധമായി ചിത്രീകരിച്ച രംഗത്ത് വന്ന വഹാബി സലഫി പ്രസ്ഥാനം തങ്ങളോട് വിയോജിക്കുന്നവരെ കൊലപ്പെടുത്തണമെന്ന വാദക്കാരാണ് ഇവരെന്നും ഈ ആശയമാണ് വിവാദമായ പാഠപുസ്തകത്തിലൂടെ വിദ്യാർത്ഥികളിലേക്ക് പകർന്നത്. സഹജീവികളെ സംഹരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏത് വിശ്വാസവും നമ്മുടെ ബഹുസ്വരതയെ അകപ്പെടുത്തുമെന്ന് SSF ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മാക്സ് ക്ലബ് കാരപ്പറമ്പിന്റെ ആഭിമുഖ്യത്തിൽ കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും നടന്നു. കോഴിക്കോട് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ മെഡിക്കൽ സംഘമാണ് ക്യാമ്പിൽ പരിശോധന നടത്തിയത്. സൌജന്യ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ നിന്നും സൌജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും. സൌജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നവർക്ക് താമസവും ഭക്ഷണവും സൌജന്യമായിരിക്കും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിൽ ഉപയോഗിക്കാനുള്ള മരുന്നും കറുത്ത കണ്ണടയും സൌജന്യമായി നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ഭരണസ്തംഭനമാണ് നിലനിൽക്കുന്നതെന്ന് MP MK രാഘവൻ. റേഷൻ വിഹിതം വെട്ടിക്കുറച്ച സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമൃദ്ധി 2016ന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കം. ദേവസ്വം ബോർഡുകളുടെ ഏകീകരണത്തിലൂടെ മാത്രമേ ക്ഷേത്രം ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ. ക്ഷേത്ര ജീവനക്കാർ പ്രതിഷേധ സൂചകമായി കരിദിനം ആചരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.